പീഡനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്തതായ ആരോപണം. കൊണ്ടോട്ടി സ്വദേശിനിയായ 19-കാരി ഷഹാന മുംതാസാണ് ആത്മഹത്യ ചെയ്തത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിനാൽ വിവാഹബന്ധം വേർപെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്നു. ശാന്തകുമാർ, ഈ ഭർത്തൃ വീട്ടുകാരുടെ അധിക്ഷേപത്തെ തുടർന്ന്, അവരുടെ ഭർത്താവിൻ്റെ നിന്നുള്ള പെരുമാറ്റത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണോ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ, സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്ന ഷഹാന മുംതാസ് കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലെ അവസാന വർഷ BSc മാത്സ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസം 27-നായിരുന്നു ഈ കുട്ടിയുടെ വിവാഹം നടന്നത്. വിവാഹം നടന്ന 20 ദിവസം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്തേക്ക് പോയി. വിവാഹം ഈ 20 ദിവസം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ പോയതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് നിരന്തരം ഈ ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ടെലിഫോണിലൂടെ, മൊബൈലിൽ മെസ്സേജ് അയക്കുകയും മറ്റുള്ളതും എല്ലാം ഫോണിൽ സംസാരിക്കുമ്പോഴുമെല്ലാം ഇത്തരം അവഹേളനം ഉണ്ടായിരുന്നു. ഈ കടുത്ത മാനസിക പീഡനമാണ് ഈ കുട്ടിക്ക് നേരെ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ഈ ബിരുദ വിദ്യാർത്ഥിയായ കുട്ടി ക്ലാസ്സിൽ വളരെ മോശമായി, വളരെ വിഷയങ്ങളിലെല്ലാം മോശമായ അവസ്ഥയായപ്പോൾ അധ്യാപകരാണ് വീട്ടുകാരോട് ഇക്കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇതെന്താണ് ഈ പഠനത്തിൽ ശ്രദ്ധിക്കാത്തതെന്ന് അധ്യാപകർ ചോദിച്ചപ്പോൾ ഈ കുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചു അധ്യാപകരോട്. പിന്നെ വീട്ടുകാരോട് അധ്യാപകരും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ വീട്ടുകാരുമായിട്ടും ഭർത്തൃ വീട്ടുകാരുമായും എല്ലാം സംസാരിച്ചു. അപ്പോഴും അവർ അതിനെ കാര്യമായ, ഈ പെൺകുട്ടിക്ക് അനുകൂലമായൊരു നിലപാടൊന്നും സ്വീകരിച്ചിരുന്നില്ല. അവരുടെ മകൻ്റെ, ഗൾഫിലുള്ള മകൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഭർത്തൃ വീട്ടുകാരും നിന്നത്. അതിൽ മനന്നൊന്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. കൊണ്ടോട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടിയെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിറം ഒരു പ്രശ്നമാണ് ഈ പെൺകുട്ടിയുടെ. ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയില്ല. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം കൂടിയാണിത്. അതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഒരു പെൺകുട്ടി, 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. ഏറെ അന്വേഷണം നടത്തേണ്ടതും ഈ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റം തന്നെയാണ് ഇയാളുടെ ഭർത്താവും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരും ചെയ്തിരിക്കുക എന്നുള്ള യാതൊരു തർക്കമില്ല. പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും തന്നെയാണ് പോലീസും പറയുന്നത്. സേതു, ചന്തുകുമാർ, ഈ ഭർത്തൃ വീട്ടുകാർ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഭർത്തൃ വീട്ടുകാർ നേരിട്ട് നമ്മൾ മാധ്യമങ്ങളോടൊന്നും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഭർത്തൃ വീട്ടുകാരെ, ഷഹാന മുംതാസിൻ്റെ വീട്ടുകാർ അറിയിച്ചിരുന്നു. പക്ഷേ അവർക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ നമ്മളോട് ഇപ്പോഴും പറഞ്ഞത്. ഈ ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം ആ ഭർത്തൃ വീട്ടുകാർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്പം മുമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നത്. അതുവരെയും ആരും തന്നെ, ഭർത്തൃ വീട്ടിൽ ആരും തന്നെ അങ്ങോട്ട് വരിക പോലും ചെയ്തിട്ടില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഒരു തരത്തിലും ഇപ്പോൾ ബന്ധപ്പെടാൻ ഈ ഭർത്തൃ വീട്ടുകാർ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഈ പെൺകുട്ടി അതിക്രൂരമായ മാനസിക പീഡനം ആ വീട്ടിൽ നിന്ന് പലതരത്തിലും നേരിട്ടിരുന്നു. അത് തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നേരത്തെയും എന്തെങ്കിലും കാര്യങ്ങൾ ഈ പെൺകുട്ടി ഈ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നോ? ഈ വീട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയോ മറ്റോ ചെയ്തിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ? നമ്മൾ ഈ പെൺകുട്ടിയുടെ അമ്മാവനുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ വീട്ടുകാരോട് കോളേജിൽ അറിഞ്ഞതിന് ശേഷം വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ ഇത് ഭർത്തൃ വീട്ടുകാരുമായി സംസാരിച്ചു. സംസാരിച്ചപ്പോഴൊന്നും ആ ഭർത്താവിൻ്റെ അമ്മയോ ഇല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോ ഒന്നും കാര്യമായി ഇത് എടുത്തിരുന്നില്ല. അവർ ആ ഭർത്താവിൻ്റെ, അവരുടെ മകൻ്റെ കൂടെ നിൽക്കുന്ന, അവരുടെ നിലപാടിനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഭർത്തൃ വീട്ടുകാരും പ്രവർത്തിച്ചിരുന്നത്, ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള രീതിയും അത് തന്നെയാണ് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ബന്ധുക്കളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നമ്മുടെ നാട്ടിൽ ഇക്കാലം അത്രയും ഈ ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ ഒരു പെൺകുട്ടി, അതും
ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാത്തതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും നിരന്തരമായി മാനസിക പീഡനം ഉണ്ടാവുക, അതിൽ മനംനൊന്ത് ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇനി ഇത്രയും കാലം വരെ കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് 20 ദിവസം നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ കുട്ടീനോട് പറഞ്ഞു, നിങ്ങൾക്ക് കളറ് പ്രശ്നമാണ്, നിനക്ക് കളറില്ല, നിറം കുറവാണ്, പിന്നെ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. അവനോട് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അപ്പം നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്നില്ല, നീ കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളേജ് അവൻ ബ്ലോസം കോളേജിൽ നിന്ന് കിട്ടിയപ്പോൾ, ഗവൺമെൻറ് കോളേജിൽ നിന്ന് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയതാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറിയതൊന്നുമല്ല. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ സ്വാഭാവികമായിട്ട് വന്നപ്പോൾ അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ.